കന്യാകുമാരിയിലെ നാഗർകോവിലിൽ നിന്ന് നമ്മൾ ആവേശത്തോടെ സമസ്തയുടെ ശതാബ്ദി സന്ദേശ ജാഥ നടത്തി സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ. നമ്മളുടെ ആവശ്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും സമസ്തയുടെ ആദരണീയരായ നേതൃത്വവും അത്യാവശ്യം തരക്കേടില്ലാത്ത ക്ഷീണമില്ലാത്ത വാഹനങ്ങളിൽ അവർ സഞ്ചരിക്കണം എന്നുള്ളതായിരുന്നു. എത്രയോ ആളുകൾ അതിനാവശ്യമായ വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. വലിയ കോടികൾ വിലപിടിപ്പുള്ള വാഹനങ്ങൾ. അതിലെ ഒരു എളിയ അംഗവും അതിന്റെ സംഘാടകനാകാൻ അവസരം ലഭ്യമായ ഒരാളെന്ന രീതിയിലുമാണ് ഞാനിത് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന സൗകര്യമുള്ള നമ്മളുടെ പ്രവർത്തകന്മാർ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന ആളുകളെ വിളിച്ചു പറഞ്ഞു, സയ്യിദുൽ ഉലമക്ക് യാത്ര ചെയ്യാനിതാ എന്റെ വാഹനം ഇത്ര സൗകര്യമുള്ള വാഹനമാണ്, ഇങ്ങനെയുള്ള ആഡംബര വാഹനമാണ്, ഒരു ക്ഷീണവും അറിയാത്ത നല്ല വാഹനമാണ്. ഇതുമായി ഈ യാത്രയെ ആസൂത്രണം ചെയ്യുന്ന ആളുകൾ സയ്യിദുൽ ഉലമയോട് അനവധി തവണ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നമ്മളുടെ യാത്ര ഒരിക്കലും ഒരു ആഡംബര വാഹനത്തിലാകരുത്, നമ്മളുടെ വാഹനം കണ്ടിട്ടാകരുത് ആളുകൾ ഈ സംഘടനയെ വിലയിരുത്തുന്നത്. ആവർത്തിച്ച് ഉസ്താദ് പറഞ്ഞു. അവസാനം കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രവർത്തകൻ സാധാരണ ഒരാൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിൽ, ഉസ്താദ് പറഞ്ഞത് എന്റെ വാഹനത്തിൽ പോയാൽ മതി. ഉസ്താദിന്റെ വാഹനം നമുക്കറിയാവുന്ന വാഹനമാണല്ലോ. ആയിരക്കണക്കിന് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തെത്തുമ്പോഴേക്ക് വണ്ടിയിൽ സഞ്ചരിക്കേണ്ടി വരും ഈ 10 ദിവസത്തിനിടയിൽ. ഉസ്താദ് അവസാനം തരക്കേടില്ലാത്ത ഒരു വാഹനത്തിൽ യാത്ര പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. യാത്ര പുറപ്പെട്ടു. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. കൊല്ലത്തെത്തി. 500-ലധികം ആളുകൾ അംഗങ്ങളായി കൂടി. സംഘാടകരാരും അത് ആഗ്രഹിച്ച സംഗതിയല്ല. സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗങ്ങൾ, സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികൾ, ഇങ്ങനെ തുടങ്ങിയ ഏതാനും ചില ആളുകൾ. പക്ഷേ എല്ലാവരും ആവേശത്തോടെ അതിനുവേണ്ടി വിദേശത്തു നിന്ന് വന്ന ആളുകൾ, നമ്മളുടെ പ്രവർത്തകന്മാർ എല്ലാവരും കൂടെ വന്ന് ഒരു വലിയ സംഘമായി മാറി. അവരവരുടെ വാഹനങ്ങൾ ഒട്ടുമിക്ക പേരും സ്വന്തം വാഹനങ്ങളിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഡീസലടിച്ച് വാഹനത്തിൽ എണ്ണയടിച്ച് അവർ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വയനാടുള്ള ഒരു സാധാരണക്കാരനായ പ്രവർത്തകൻ, അദ്ദേഹം 1 ലക്ഷത്തോളം രൂപ എണ്ണയടിക്കുവാനും അവിടെ ആവശ്യമാകുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായ ഭക്ഷണ സംവിധാനങ്ങളൊക്കെ ചെയ്യാനും സ്വന്തം കീശയിൽ നിന്നെടുത്ത് യാത്ര തുടങ്ങി അവസാനിക്കുന്നത് വരെ മംഗലാപുരം വരെ അദ്ദേഹം കൂടെയാണ്. ഇങ്ങനത്തെ എത്രയോ ആളുകൾ യാത്രക്കാവശ്യമായ സംവിധാനങ്ങൾ അവനവൻ ഒരുക്കിക്കൊണ്ടുവന്ന് സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അന്ന് കൊല്ലത്ത് വെച്ച് മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞു, നമുക്ക് എല്ലാ അംഗങ്ങളെയും ഒന്ന് കാണണം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചു. ഉസ്താദ് വളരെ ഗൗരവത്തിൽ ആ സംഘങ്ങളിലുള്ള ആളുകളോട് പ്രസംഗിച്ചു. എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണവും സ്വീകരണവും ഒക്കെ കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട് നമ്മൾ ഇവിടെ എത്തി. നിങ്ങൾ ആരെങ്കിലും ഈ യാത്രയിൽ ഒരു ടൂർ എന്ന രീതിയിൽ, ഇതൊരു ആസ്വാദനം എന്ന രീതിയിലാണ് നിങ്ങൾ ഈ യാത്രക്കൊപ്പം വരുന്നത് എങ്കിൽ നിങ്ങളുടെ യാത്ര നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് തിരിച്ചു പോകാം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ യാത്രയിൽ നേരിടേണ്ടി വരും. ഇതൊരു ഇബാദത്തായി കാണുന്നവർക്ക് ഇതിന്റെ കൂടെ കൂടാം. ഉസ്താദ് പറഞ്ഞു. ഞങ്ങളൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഉസ്താദ് ഇങ്ങനെ സംസാരിക്കണം. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ യാത്ര നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് ആളുകളെ ക്ഷണിക്കാനാണ്. അതിനൊരു തർക്കം ആർക്കും വേണ്ട, ഒരു താരതമ്യവും ഒന്നുമായിട്ടും ആവശ്യമില്ല. സയ്യിദുൽ ഉലമ യാത്ര നടത്തിയിരുന്നത് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ വിളംബരമായിട്ടാണ്, അതിന്റെ സന്ദേശവുമായിട്ടാണ്. നമ്മളുടെ മുൻഗാമികളൊക്കെ നയിച്ചതാണ്. മഹാനായ മർഹൂം കൂട്ടുമല ബാപ്പ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കട്ടെ, സമസ്തയുടെ വാർഷികത്തോടനുബന്ധിച്ച് നയിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സമ്മേളനങ്ങൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. സയ്യിദുൽ ഉലമയുടെ ലക്ഷ്യതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് നമ്മളുടെ വസ്ത്രമോ നമ്മളുടെ ഏതെങ്കിലും രൂപമോ നമ്മളുടെ സംസാര ശൈലിയോ ഒന്നും ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. വളരെ കർശനമായിട്ട് ഉസ്താദ് അത് പറയുമ്പോ ഞാൻ ഓർത്തത്, ഉസ്താദ് കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഈ സംഘടന ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഇതിലാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്നൊന്നും ആഗ്രഹിക്കണ്ട,
ആഖിറത്തിൽ നിന്ന് ആഗ്രഹിച്ചാൽ മതി എന്ന് ആവർത്തിച്ചു പറയും. ഉസ്താദ് അവറുകൾ നേതൃത്വത്തിലെത്തിയ ശേഷം നമ്മളൊക്കെ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമാണ്, ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ സയ്യിദുൽ ഉലമ തന്നെയായിരുന്നു. ഏത് സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴും, ഏത് കൊച്ചു സംസാരം നടത്തുമ്പോഴും, ഏത് പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴും കേരളത്തിനകത്തും പുറത്തും പള്ളി, മദ്രസ, മജ്ലിസുന്നൂറുകൾ, ദുആ സദസ്സുകൾ എവിടെ ചെല്ലുമ്പോഴും 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് സയ്യിദുൽ ഉലമ ആ സംസാരത്തിൽ അത് പറയും. അങ്ങനെയാണ് ആ യാത്രയിൽ മഹാനായ സയ്യിദുൽ ഉലമ തന്റെ നിലപാട് സ്വീകരിച്ചത്. ഞാനിത് പറയുന്നത് ഇതൊക്കെ ഒരു പാരമ്പര്യമാണ്, സമസ്തയുടെ പാരമ്പര്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ സംവിധാനങ്ങളോട് എല്ലാ തരത്തിലും അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവാണ് മഹാനായ സയ്യിദുൽ ഉലമ എന്നതിന്റെ പ്രവർത്തകരായ നമ്മൾ